ഞങ്ങൾ രാവിലത്തെ ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ആദ്യത്തെ റോഡ് പണി തുടങ്ങാൻ പോകട്ടെ. അപ്പൊ ഞാൻ എന്താ പള്ളിയിലൊക്കെ പോയി വന്നു. ഞാൻ എന്ത് പറയുന്നു, സുഖാണോ? ഇന്നത്തെ ദിവസം ഒരു ഡേ ഇൻ ലൈഫ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഇന്ന് December 24 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ ആയാലും എനിക്കായാലും കാണാമല്ലോ, നല്ല രസമാണ്. December 24 എങ്ങനെയൊക്കെ പോയാലും ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ദിവസമാണ്. കരോൾ വരുന്ന ദിവസമാണ്, ക്രിസ്മസ് വൈബാണ്. കംപ്ലീറ്റ്ലി ക്രിസ്മസിൽ മുങ്ങി നിൽക്കുന്ന ദിവസമാണ് December 24. അപ്പോൾ നമുക്കൊന്ന് അടുക്കളയിലേക്ക് പോകാം. എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് വരാം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയും ഗ്രീൻ പീസൊക്കെയാണ്. ഞാൻ എന്തായാലും അമ്മോട് ചോദിച്ചു ഹെൽപ്പ് വേണമെന്ന് വെച്ചപ്പോൾ അമ്മ വന്നു. തൽക്കാലം ഇപ്പോൾ ഹെൽപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. നമ്മുടെ ക്രിബിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞൊരു ക്രിബ്, ഒരു ചെറിയൊരു ക്രിസ്മസ് കൂട് തട്ടിക്കൂട്ടുന്നുണ്ട് നമ്മൾ, പുൽക്കൂട്. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നതിൻ്റെയാണ് ഈ കാണുന്ന അലങ്കോലങ്ങളൊക്കെ രാവിലെ തന്നെ. ഇന്നലെ രാത്രി ഇതാ ക്രിബിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ എന്നെ വൃത്തിയേടാക്കിയിട്ടിട്ടാണ് പോയത്. കാരണം ഇന്നും അതേപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. കാരണം ഇന്നും കൂടിയല്ലേ ഉള്ളൂ, പിന്നെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ കിടക്കട്ടെ. ചെയ്യാനുള്ള ഒരു ആവതും ഉണ്ടായിരുന്നില്ല, പിന്നെ മടിയായി. കഴിഞ്ഞ പ്രാവശ്യത്തെ പുൽക്കൂട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുൽക്കൂടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ഞാൻ എന്തോരം കാണിച്ചിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല, ഒന്നും ആയിട്ടില്ല. ഈ ബേസ് ഉണ്ടാക്കിയിട്ടിട്ട് കുറച്ച് നാളായി. ഇതേപോലെ ഒരു പുൽക്കൂട് വാങ്ങി വെച്ചിട്ടുണ്ട്. അതെനിക്ക് സർപ്രൈസായിട്ട് ചേച്ചി വാങ്ങിച്ചു തന്നാ, ചേച്ചി അച്ചാച്ചനും. പിന്നെ ഈ ഒരു മരം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ ഒരു മലയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തോടെ പണിയെല്ലാം തീർക്കണം. കാരണം ഇന്നാണ് നമ്മുടെ കരോള് വരുന്ന ദിവസം. അപ്പോൾ ഇനി ഇത് നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഓർക്കിഡൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഉഷാറൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ഇതിൽ ഒരു വളം ഒന്നും ചെയ്യാനില്ല, പക്ഷെ പൂവൊക്കെ തരുന്നുണ്ട്. ഒരു ഹായ് പറ അച്ചാച്ചാ. ഞങ്ങൾ രാവിലത്തെ ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അച്ചാച്ചനെ പുൽക്കൂടിന് ഹെൽപ്പ് ചെയ്യില്ലേ? എല്ലാവരുടെ ഹെൽപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ വീട്ടിലെ ബാക്കി രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല. അമ്മയാണെങ്കിൽ കംപ്ലീറ്റ് പണിയിലാണ്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. മുട്ടയുണ്ട്, ഗ്രീൻ പീസ് കറി ഉണ്ട്, പിന്നെ ചപ്പാത്തിയുണ്ട്, പഴമുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് നമ്മൾ എനർജിയൊക്കെ കയറ്റി ഒരുപാട് പണിയെടുക്കാനുള്ളതാണ് ഇന്ന്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സിമ്പിളാണ്. നാളെ ആണല്ലോ ക്രിസ്മസ്, അപ്പോൾ ഗ്രാൻഡ് ആകാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചായ കൂടിയും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എഴുന്നേൽപ്പിച്ച് ഞാനിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഹെൽപ്പ് ചെയ്യുമല്ലോ എന്നൊക്കെ കണ്ടറിയാം. എന്തായാലും നമ്മൾ തുടങ്ങാൻ പോവാണ് നമ്മുടെ പണികളൊക്കെ. ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ഒരു റോഡ് വെട്ടിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. നമ്മൾ പുൽക്കൂട്ടിലേക്ക് ആൾക്കാർ നടക്കുന്ന ഒരു മൺപാത ക്രിയേറ്റ് ചെയ്യണം. പണ്ട് ടാറിട്ട റോഡൊന്നുമില്ലല്ലോ, മൺപാതയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മണ്ണൊക്കെ അതേ വെള്ളം എടുത്ത് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മൺപാത ഉണ്ടാക്കാനുള്ള മണ്ണ് സെറ്റായി പുൽക്കൂടിൻ്റെ. അപ്പോൾ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ റോഡ് പണി തുടങ്ങാൻ പോകട്ടെ. ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആണ്, എന്നാലും കുഴപ്പമില്ല. പണ്ടൊക്കെ നമ്മൾ ചാരം വെച്ചിട്ടാട്ടോ റോഡ് ഇങ്ങനെ പാത പോലെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എംസാൻഡാണ് താഴെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ചാരത്തിൻ്റെ കളറും എംസാൻഡിൻ്റെ കളറും ഒരേതായതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ റോഡ് എടുത്ത് നിൽക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ചാരം മാറ്റിയിട്ട് ഈ ഒരു മണ്ണിൻ്റെ പാത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇത് കുറച്ച് സിമ്പിളാണ് പരിപാടി. കഴിഞ്ഞ പ്രാവശ്യം മണ്ണിൻ്റെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ ഉരുളങ്കല്ല്, നമ്മുടെ പെബിൾസ് ഉണ്ടല്ലോ, അതും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെബിൾ നമ്മുടെ ഗാർഡനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് പോയി കഴുകി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അതിന് അത്യാവശ്യം കുറച്ച് സമയം എടുത്തു, കാരണം ഓരോന്നെടുത്ത് വെക്കണമല്ലോ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു 3-4 പേരൊക്കെ കൂടി ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചെയ്യുന്നതിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് ഒന്ന് വേറെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്യാമറമാനും ഞാനും മാത്രമേ ഉള്ളൂ. കാരണം ബാക്കി കുറച്ച് പേരൊക്കെ വേറെ ബിസിയിലും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയി. ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി എന്തായാലും തുടങ്ങി വയ്ക്കുമ്പോൾ നമ്മൾ എന്തായാലും അവസാനിപ്പിക്കണമല്ലോ. എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയെങ്കിലൊക്കെ ലാസ്റ്റ് അങ്ങ് തട്ടിക്കൂട്ടും. എത്ര സമയം ഉണ്ടെങ്കിലും നമ്മൾ ലാസ്റ്റത്തെ ആ ദിവസമാണ്, രാവിലെ മുതലാണ് നമുക്കങ്ങ് എനർജി കയറുന്നതും നമുക്ക് ടെൻഷൻ കയറുന്നതും. അയ്യോ ഒന്നും ആയില്ലല്ലോ, തുടങ്ങി വെച്ചത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ പണിയിലാണ്. ഞാൻ പുൽക്കൂടിൻ്റെ പണിയിലാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട്. അമ്മ ഭയങ്കര കുക്കിങ്ങിലാണ് അടുക്കളയിൽ.
ചേച്ചി ക്ലീനിങ്ങിലാണ്, കസിനും ക്ലീനിങ്ങിലും ഹെൽപ്പിങ്ങിലൊക്കെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഡിസംബർ 24 ഇതേപോലെയൊക്കെ തന്നെ കുറച്ച് ബിസി ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാനൊരു ജ്യൂസൊക്കെ കുടിച്ചു. അമ്മ എനിക്ക് ഓറഞ്ച് ജ്യൂസ് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കുടിച്ചു. പിന്നെ ഞാൻ ചെയ്ത് വരുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ആകുമ്പം കരോൾ വന്നതിന് മുന്നേ ഭയങ്കര തിരക്കായിരിക്കും. ആ സമയത്ത് ക്ലീനിങ്ങും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആകെ പാടുപെടും. അപ്പോൾ ഞാൻ എടുക്കുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ കൊണ്ടുപോയി പെറുക്കി മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഇല്ലെങ്കിൽ എല്ലാം കൂടി ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും അവശതയാണ്. ഇതുപോലെയാണ് ഞാൻ റോഡൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷെ ഒന്നും ആയിട്ടില്ല, ഇനിയും നമുക്ക് ഒരുപാട് പണിയുണ്ട്. ഓരോ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്ലം കഴിക്കുന്നുണ്ട്. ഇത് ഭയങ്കര വലിയ പ്ലമ്മാണ്. എനിക്ക് കുഞ്ഞ് പ്ലംസ് ആട്ടോ ഇഷ്ടം. ഇത് പക്ഷേ ഭയങ്കര ഹാർഡാണ്, ഇത് അത്ര ടേസ്റ്റ് ഇല്ല. പിന്നെ ഉച്ചക്കലത്തെ ലഞ്ച് കഴിച്ചു. ബീഫും കൂർക്കയായിരുന്നു, പിന്നെ അച്ചാറൊക്കെ കൂട്ടി നല്ല ടേസ്റ്റിലൊരു ലഞ്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ്ങിൽ വീണ്ടും ഞാൻ പുൽക്കൂട്ടിലേക്ക് തന്നെ ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു റീത്ത് ഉണ്ടാക്കുന്നത്, ക്രിസ്മസ് റീത്ത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എംബ്രോയിഡറി ചെയ്യുന്ന സംഭവം പിന്നെ ഈ ഒരു പൂത്തിരി പോലത്തെ പച്ച കളർ സാധനം വെച്ച് ഇങ്ങനെ ചുറ്റിയെടുത്തു. പിന്നെ അപ്പോഴത്തോട്ടും വൈകുന്നേരമായി, നമുക്കിനി സമയമില്ല. സന്ധ്യ ആയി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനായി. എൻ്റെ പുൽക്കൂട്ടിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സമയം അത് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ തുടക്കം തന്നെ ഐശ്വര്യമായിട്ട് ഒരു സ്റ്റാർ ഇട്ടങ്ങ് തുടങ്ങി. നമ്മുടെ ടെറസിൻ്റെ മുകളിലായിട്ട് ഓൾറെഡി ഒരു സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടെ താഴെ ഇട്ടു. അങ്ങനെ 2 സ്റ്റാറൊക്കെ ഇട്ടു. പിന്നെ ഞാൻ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഓടിപ്പോയി കുളിച്ചു. അതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും ബലൂൺസ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തു. ഞാനും ചേച്ചിയും കൂടെയാണ് സെറ്റ് ചെയ്തത്. ബലൂൺസ് കൂടുതലും ചേച്ചിയാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഒരുവിധം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ക്രിസ്മസ് കൂടെ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിന്റെ കരോള് വരാൻ സമയമായിട്ട് കരോളിൻ്റെ കൂടെ പോകണം. എന്നിട്ട് നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഉണ്ണിയേശുവിനെ കൊണ്ടുവരും. നമ്മുടെ ഇടവകയിൽ മൊത്തം 18 യൂണിറ്റാണ് ഉള്ളത്. ഓരോരോ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ടാട്ടോ ഇതേപോലെ ക്രിസ്മസ് കരോള് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ കരോള്. കരോളിന് വലിയവരും കുട്ടികളും പ്രായമായവരും എല്ലാവരും വരാൻ പറ്റുന്ന എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ടാണ് എൻജോയ് ചെയ്താണ് ഓരോ വീട്ടിലും നമ്മൾ ഉണ്ണീശുവിനെ കയറ്റി തിരിച്ചു കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ കരോള് വണ്ടിയിൽ പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയത്. വൈബ് തന്നെയാണ്. പക്ഷെ പണ്ട് ഞങ്ങൾ ചെറുതായിരിക്കുമ്പോൾ സ്വന്തമായിട്ട് പാടിയിട്ടാണ് പോകാറുള്ളത്. പള്ളിയിലൊക്കെ പോയി വന്നു. ക്രിസ്മസിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിലും എൻ്റെ മൂത്ത ചേച്ചിയും കുഞ്ഞുങ്ങളും ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റാണ്. അവർക്ക് പനിയാണ്, വൈറൽ ഫീവറാണ്. അപ്പം ഞാൻ പള്ളിയിൽ കഴിഞ്ഞ് വന്ന ഉടനെ അവരെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോകാൻ കേട്ടോ. ചേച്ചിക്കും പിള്ളേർക്കും പനിയായതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ അവർ കുറച്ച് ദിവസമായി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട്. അപ്പോൾ ഞാൻ നേരെ പള്ളിയിലേക്ക് കഴിഞ്ഞ് 25-ാം തീയതിയാണ് ഞാൻ അവരെ കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ റിസൾട്ട്. നമ്മുടെ ബലൂൺസൊക്കെ കാറ്റൊക്കെ ഊതി അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ണീവനൊക്കെ ആയിട്ടാണ് കിടക്കണേ. എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് തട്ടിക്കൂട്ടി എടുത്തത്. എല്ലാ കൊല്ലവും ഇതേപോലെ എന്തെങ്കിലുമൊക്കെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ തീർത്തും ഒറ്റയ്ക്കായിരുന്നു. ആരും തന്നെ അങ്ങനെ കാര്യമായിട്ട് പുൽക്കൂടിൻ്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധമൊക്കെ ഞാൻ ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എല്ലാ ഫെസ്റ്റിവൽസും ആഘോഷിക്കും. ഓണം ആയാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും എല്ലാം അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ചെറിയ തോതിലൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്റ്റാർ ഇട്ടോ, പുൽക്കൂട് ഉണ്ടാക്കിയോ, പള്ളിയിൽ പോയോ? അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ?